എന്താണ് ഓൾഡ് ഹെൻറി ആൻഡ് ഹിസ് ഓൾഡ് ആൻറ്റി? നിങ്ങൾ ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ ലൈഫിൽ എവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രിഗ്നോമെട്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ഈ ഓൾഡ് ഹെൻറി ആൻഡ് ഹിസ് ഓൾഡ് ആൻറ്റി എന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ ഓൾഡ് ഹെൻറി ആൻഡ് ഹിസ് ഓൾഡ് ആൻറ്റി ഇത് വേറൊന്നുമല്ല. ഞാനൊരു സിമ്പിൾ സാധനം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പ്രത്യേകം എന്താ? ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പം ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാംഗിൾസ് എല്ലാം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓൾറെഡി അറിയാം അല്ലേ. കുറെ ടൈപ്പ് ട്രയാംഗിൾ ഉണ്ട് അല്ലേ. ഇക്വൽ ട്രയാംഗിൾ ആകുമ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. ഐസോസിൽസ് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. സ്കെയിലിംഗ് ട്രയാംഗിൾ ആകുമ്പോൾ ഒരു സൈഡും ഈക്വൽ അല്ല. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത് എന്താ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി രണ്ട് ആംഗിളിനെ കൂടെ സമ്മ് കൂട്ടുമ്പോൾ 90 ഡിഗ്രി വരും അല്ലേ. ടോട്ടൽ ആംഗിൾസ് ട്രയാംഗിൾ 180 ഡിഗ്രി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിലും ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുകയാണ്. ലെറ്റ്സ് സേ ഈ ഒരു സൈഡ് എടുക്കുക. ഈ സൈഡ് ഞാൻ ഒരു പേര് വിളിക്കാൻ തീറ്റ എന്ന പേര് വിളിച്ചു. തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ട്രയാംഗിൾ എന്താ എ ബി സി എന്ന ട്രയാംഗിൾ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എ സി ബി, ഈ ആംഗിൾ എ സി ബി എന്ന് പറയുന്ന പോർഷൻ, ഈ ഒരു പോർഷനെ തീറ്റ എന്ന് വിളിക്കുവാണെങ്കിൽ, അങ്ങനെയെങ്കിൽ ഈ തീറ്റ വരുന്ന ആംഗിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഏത് ആംഗിളിന്റെ അല്ല, ഈ തീറ്റ വരുന്ന ആംഗിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ലൈൻ ഇതല്ലേ. അങ്ങനെ ഇതിനെ നമുക്ക് ഓപ്പോസിറ്റ് എന്ന് വിളിക്കാം. ഓപ്പോസിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. ഈ വീഡിയോ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് ദൈർഘ്യം കൂട്ടുന്നില്ല. പക്ഷേ സിമ്പിളായിട്ട് പറയാമെങ്കിൽ എന്താ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഏറ്റവും വലിയ സൈഡിന് അറിയപ്പെടുന്ന പേര് ഹൈപ്പോട്യൂനിയസ്. അപ്പം ഈ സൈഡാണ് ഹൈപ്പോട്യൂനിയസ് കേട്ടോ. ഹൈപ്പോട്യൂനിയസ്. അപ്പൊ ഈ ആംഗിളിന് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഓപ്പോസിറ്റ് വരുന്ന ഇതല്ലേ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ്. അപ്പൊ ഓപ്പോസിറ്റും കിട്ടി, ഹൈപ്പോട്യൂസ് കിട്ടി. അങ്ങനെ എന്താ, ഈ ആംഗിളിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന അഡ്ജസ്റ്റന്റ് സൈഡ് ഇതാ അല്ലേ. അങ്ങനെയെങ്കിൽ അഡ്ജസ്റ്റന്റ് അല്ലേ. അങ്ങനെ എന്താണ് ഈ ഓൾഡ് ഹെൻറി ആൻഡ് ഓൾഡ് ആന്റി എന്ന് പറയുന്ന പേര്? വേറെ ഒന്നുമല്ല. നമുക്ക് അങ്ങനെയെങ്കിൽ തീറ്റ ഈ ആംഗിൾ എടുത്തു. ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു അല്ലേ. ഈ ആംഗിൾ നമ്മൾ എന്താ തീറ്റ എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയെങ്കിൽ ഈ തീറ്റ വരുന്ന ആംഗിൾ എന്താ, ഈ തീറ്റ വരുന്ന ആംഗിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഈ തീറ്റ വരുന്ന ആംഗിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ ഏതാ, ഇതല്ലേ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ വരുന്ന ആംഗിൾ ഇതല്ലേ, തീറ്റ വരുന്ന ഇത് ആംഗിൾ. അപ്പൊ ഈ ആംഗിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സൈൻ തീറ്റ, കോസ് തീറ്റ, അതുപോലെ തന്നെ ടാൻ തീറ്റ കണ്ടുപിടിക്കാം. വേറൊന്നുമല്ല, സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമിൽ ഓൾഡ് ഹെൻറിയുടെ ആദ്യത്തെ അക്ഷരം ഓയും ഉണ്ട്. ആദ്യത്തെ അക്ഷരമായ ഓയും ഹെൻറിയുടെ എച്ചും എടുത്തു കഴിഞ്ഞാൽ എന്താ, സൈൻ തീറ്റ കിട്ടി. എന്താ, ഓൾഡിന്റെ ഓ ബൈ എച്ച്. അതായത് എന്താ, സൈൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്യൂനസ്. ഇതാണ് ഇത്. അങ്ങനെ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, അടുത്ത രണ്ടാമത്തെ എന്താ, ആൻഡിസ് എയും ഈ എച്ചും ആദ്യത്തെ ഇനിഷ്യൽ എടുക്കുമ്പോൾ എന്താ, എ ബൈ എച്ച്. അങ്ങനെ ടാൻ തീറ്റ എന്ത് വരും? അതുകൊണ്ട് ലാസ്റ്റ് രണ്ടെണ്ണം ഒ ബൈ എ. ഓൾഡ് ആൻറ്റിയുടെ ഓയും ഓൾഡിന്റെ ഓയും ആൻറ്റിയുടെ എയും. അപ്പം എന്താ, ഒ ബൈ എ. അതായത് ഒ എച്ച് എ എച്ച് ഒ എ. ഓൾഡ് ഹെൻറി ആൻഡ് ഈസ് ഓൾഡ് ആൻറ്റി. ഇതാണ് സംഭവം. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇനിയും സംഭവങ്ങളുണ്ട് അല്ലേ. സൈൻ എന്താ പറയാ, തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം എന്താ അല്ലേ. സൈൻ പറ എന്താ, സൈൻ തലതിരിച്ചിട്ട് എന്താ, കൊസീക്ക് അല്ലേ. അങ്ങനെയെങ്കിൽ എന്താ, കൊസീക്ക് തീറ്റ. കൊസീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, നേരെ ഇത് തിരിച്ചങ്ങ് എഴുതുക. ഓ ബൈ എച്ച് എങ്കിൽ എച്ച് ബൈ ഒ അല്ലേ. അങ്ങനെയെങ്കിൽ കോസ് തലതിരിച്ചിരുമ്പോൾ എന്ത് വരും, സീക്ക് അല്ലേ. അപ്പൊ സീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, തലയും തിരിച്ചാൽ മതി അല്ലേ. എ ബൈ എച്ച് ആണെങ്കിൽ എന്താ, എച്ച് ബൈ എ അല്ലേ. അങ്ങനെയെങ്കിൽ ടാൻ തലതിരിച്ചിരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോട്ട് തീറ്റ ആയിട്ടല്ലേ. കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, ടാൻ തീറ്റ ഒ ബൈ എന്നെങ്കിൽ തലതിരിക്കുമ്പോൾ എന്താ, എ ബൈ ഒ. ഇങ്ങനെ വരും. അപ്പോൾ ഒരു ഓൾഡ് ഹെൻറി ആൻഡ് ഓൾഡ് ആന്റി എന്നൊരു സാധനം ഓർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും ഫോമുല നമുക്ക് ബൈ ഹാർട്ടായി. കണ്ടോ, ഇത്രയും ഫോമുല ബൈ ഹാർട്ടായി. അഡീഷണൽ ആയിട്ട് നമുക്ക് ഓൾറെഡി പറയാൻ വേറെ ഫോമുലയും കൂടെ ഉണ്ട്. എന്താ, ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. ക്ലിയർ ആയാലോ? അങ്ങനെയെങ്കിൽ എന്താ, കോട്ട് തീറ്റ എന്ത് വരും, നേരെ തലതിരിച്ചത് അല്ലേ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കേട്ടോ, ഇതിൻ്റെയൊക്കെ കിണ്ണം കാച്ച ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഓൾഡ് ഹെൻറി ആൻഡ് ഹിസ് ഓൾഡ് ആൻറ്റി. ഈ ഒരു ട്രിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം.